അടുക്കള വൃത്തിയായി കിടന്ന നല്ല മനസ്സമാധാനം കിട്ടുന്ന ആരെങ്കിലും ഉണ്ടോ? ഞാൻ അങ്ങനെയാണ് കേട്ടോ. ഒന്ന് കമൻറ്റ് ചെയ്തോളൂ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ. നമ്മൾ ഈ അടുക്കള വൃത്തിയാക്കുമ്പോൾ കുറേ ടിന്നുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പുറത്തെടുത്ത് വയ്ക്കുന്നത് മാക്സിമം അപ്പം തന്നെ എടുത്ത് അകത്തേക്ക് വെക്കാൻ ശ്രമിക്കുക. പിന്നെ ഇതേപോലെയുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റുക. പിന്നെ നമ്മൾ ഈ തുടച്ചിങ്ങനെ പോകുമല്ലോ കൗണ്ടർ ടോപ്പ്, അപ്പോൾ നമ്മൾ സാധനങ്ങളുടെ അരികെ പറ്റി തുടക്കാണ്ട് അതൊന്ന് പൊക്കി മാറ്റി ഇങ്ങനെ തുടച്ച് പോകുക. വലിയ വെയിറ്റ് ഉള്ളതൊക്കെയാണ് ആണെങ്കിൽ നമുക്ക് അരികെ പറ്റി ഈ പറഞ്ഞ പോലെ ഉടായ്പ് തുടക്കിൽ തുടച്ചു പോകാം. പക്ഷെ ഇങ്ങനെയുള്ള കുട്ടി കുട്ടി സാധനങ്ങൾ ചിരവയോ അതേപോലെ കഞ്ഞിക്കലോ മിക്സിയോ ഒക്കെ ആണെങ്കിൽ നമ്മൾ മടിയാതെ ഇങ്ങനെ അരികെ ചേർത്ത് തുടക്കാണ്ട് മാക്സിമം എല്ലാ സാധനങ്ങളും എടുത്തു മാറ്റി കുറച്ച് ലോഷൻ എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് തുടച്ചു പോകുക. പ്രത്യേകിച്ച് നമ്മുടെ കിച്ചണിലെ സ്റ്റൗ ഒരു പാല് തിളച്ച് തൂവിയാൽ മതി, അപ്പം തന്നെ കിച്ചൻ്റെ ആ സ്റ്റൗവിൻ്റെ ആ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ പോവും. അതിൻ്റെ ഇടയ്ക്ക് ഒരു കിളി വന്ന് അവിടെ ഇരുന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ട് അങ്ങോട്ട് പറഞ്ഞു പോയി കേട്ടോ. പിന്നെ അതിനൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യമാണ് കിച്ചൻ്റെ ആ വോളില്ലേ, നമ്മുടെ ആ കൗണ്ടർ ടോപ്പിൻ്റെ വാള്, അതും കൂടി നന്നായിട്ട് തുടയ്ക്കുക. നീറ്റായിട്ട് തുടച്ചു പോകുക. ജനലിൻ്റെ സൈഡൊക്കെ ഒന്ന് തുടയ്ക്കുക. അതേപോലെ കഴുകാനുള്ള എന്തെങ്കിലും പാത്രം ഉണ്ടെങ്കിൽ ഒരു 10 സ്പൂൺ ആയിരിക്കും അല്ലെങ്കിൽ 2 ഗ്ലാസ് ആയിരിക്കും, അത് കിച്ചണിൽ ഇടാണ്ട് സിങ്ക് അങ്ങനെ നിറക്കാണ്ട് വേഗം നമ്മൾ അതങ്ങനെ എടുത്ത് കഴുകുക. അതായത് കുഞ്ഞി ചൂല് കണ്ടോ, നമ്മൾ കുറ്റിച്ചൂല് മേടിക്കില്ലേ, ഈർക്കിൽ ചൂല്, അതിൽ നിന്ന് ഇങ്ങനെ മുറിച്ചെടുത്തൊരു കുഞ്ഞി ചൂലാറുണ്ടോ, നല്ലതാണ് സിങ്കൊക്കെ കഴുകാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ സിങ്കെല്ലാം നന്നായിട്ട് തേച്ച് കഴുകി നമ്മുടെ കിച്ചൻ്റെ ലാസ്റ്റ് ലുക്കാണ് ഈ കാണുന്നത്.